ഹലോ. നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കഴിഞ്ഞ ആഴ്ചപ്പെട്ടക്കാലം മുഴുവൻ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും പരിപാലനവും അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാൻ ഞങ്ങൾ അവിടുന്ന് സഹായിച്ചു. ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങയുടെ ആലയത്തിൽ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് നന്ദി കരേറ്റുന്നു. ആത്മാവിൻ സത്യത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദിവ്യമായ ശാന്തിയും സമാധാനവും, അങ്ങ് നൽകുന്ന വിടുതലും സൗഖ്യവും ഒക്കെയും പ്രാപിച്ചുകൊണ്ട് ആയിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 11ാമത്തെ ഗീതം നമുക്ക് പാടാം. ഗീതം 11. രാജസന്നിധാനെ നിന്നു നാം തൊഴാകും.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനാപുത്രനായ യേശു ക്രിസ്തു ആകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായെ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിനായി ദൈവകൃപ അന്വേഷിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. അനുതാപ ഹൃദയത്തോടു കൂടി 9-ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ. പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട്
നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവിൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നുവെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കലിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 8-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. ഗീതം 8. യഹോവേ 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 നിന്റെ നാമം. Yeah.
പിന്നെ 16-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും, പുതിയ നിയമത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളാകുന്നു. പഴയ നിയമം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 10 മുതൽ 14 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്കു തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പഴയ നിയമവേദ ഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 8-ാം ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം പാടാം. 8-ാം ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം: വിശുദ്ധൻ 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 സൈന്യനാഥൻ എന്നൊക്കെയാണ്. പുതിയ നിയമവേദഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യങ്ങൾ മുതൽ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെയുള്ള വേദഭാഗങ്ങളെ കേട്ടുകൊള്ളുവിൻ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്നു നിങ്ങൾ അറിയുന്നു.
അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ഇങ്ങനെ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങളെ വായിച്ച് അവസാനിച്ചു. വിശുദ്ധ സുവിശേഷ പാരായണത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ വേദപാഠഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 102-ാമത്തെ ഗീതം നമുക്ക് പാടാം. അതിൽ ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഡീക്കൻ ഓർഡിനേഷൻ ലഭിച്ചിരിക്കുന്ന നമ്മുടെ സഭയിലെ വിപിൻ ജോസഫ് ആന്തിരുവളപ്പിൽ അച്ഛനാണ്. അച്ഛനെ നമ്മുടെ സഭയിൽ നിന്നും ഒരാളും കൂടി കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക്, പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതിൽ അതിയായിട്ടുള്ള സന്തോഷം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. തുടർന്നുള്ള അച്ഛൻ്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നടത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 102-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടിയതിനു ശേഷം ഡീക്കൻ വിപിൻ ജോസഫ് അച്ഛൻ നമ്മോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതായിരിക്കുന്നു. നിന്റെ സ്നാനം രക്തപാനം മാംസഭോജനം എന്നിവയാണ്. So
നിൽക്കുക തന്നെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോട് ഇടപെടുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അല്പനേരം അവിടുത്തെ വചനത്തിൻ്റെ മറവിൽ അടിയങ്ങളായിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദിവ്യമായ പൊരുളുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് വിശാലമാക്കണമേ. ഞങ്ങളുടെ കേൾവികളെ തുറക്കണമേ. ഞങ്ങളുടെ നേത്രങ്ങളെ അതിനായിട്ട് നോക്കിക്കാണുവാൻ അങ്ങ് ഒരു സഹായിക്കുകയും ചെയ്യണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും കൂടി വന്നിരിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയങ്ങളുടെ ധ്യാനവും അവിടത്തേക്ക് ഏറ്റവും പ്രസാദകരവും ഇമ്പകരവുമാക്കി തീർക്കുമാറാക്കണമേ. ആമേൻ. ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു പ്രഭാതത്തിൽ, ഈ ഒരു ഞായറാഴ്ച ദിവസത്തിൽ ദേവാലയത്തിൽ ആയിരിക്കുവാൻ, എൻ്റെ പള്ളിയിൽ ആയിരിക്കുവാൻ, അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതും ഈ തിരുവസ്ത്രത്തിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച, നടത്തിയ എല്ലാ വിധങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഞാൻ ഓർഡിനേഷൻ്റെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അൾത്താരയുടെ നിലത്തിരുന്ന് സൺഡേ സ്കൂളിൽ പഠിച്ചത്. ശിശുവപ്പ് ക്ലാസ് തുടങ്ങിയത് ഈ പുൽപ്പിറ്റിൻ്റെ താഴെയാണ്. അന്ന് ഡുഡുവേൻ്റെയാണ് ക്ലാസ് എടുത്തത്. ഒരാളുടെ പേര് മാത്രം എടുത്ത് പറയുകയല്ല. ആദ്യം വചനം പറഞ്ഞു തന്നത് യേശു എൻ്റെ പാറയാകുന്നു, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നൊക്കെ ഇരുന്ന് പഠിച്ചത് ഈ പുൽപ്പിറ്റിൻ്റെ താഴെ ഇരുന്നിട്ടാണ്. അപ്പം നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇവിടെ ആയിരിക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകരെയാണ്. എന്നെ പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകരെ ഇവിടെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെ ഞാൻ കാണുന്നുമുണ്ട്. പ്രവർത്തിച്ചു വന്ന യുവജന പ്രസ്ഥാനത്തെ ഓർക്കുന്നു. നടത്തിയ സ്ത്രീജന സഖ്യ പ്രസ്ഥാനത്തെയും സഭയിലെ സീനിയർ ഫ്രണ്ട്സിനെയും YMCA കൂട്ടായ്മയും ഒക്കെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കാരണം കൊടക്കൽ സഭ നൽകിയിട്ടുള്ള കൈത്താങ്ങലുകളും പിൻബലവുമാണ് സെമിനാരിയിലും ശുശ്രൂഷയിലും ഇന്ന് വരെ എന്നെ ഒരു പരിധിയിലധികം ശക്തീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവിടെ ആയിരുന്ന ഓരോ ഇടവക ചെയർമാന്മാരെയും ഈ സമയം ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. 2015 കൺഫർമേഷൻ എടുക്കാൻ സമയത്ത് പുതിയായിട്ടുള്ള അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ക്ലാസ്സുകളാണ് ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം എന്നത് ഏറ്റവും അധികം പ്രചോദനമായത്. ആ കാര്യം ഞാനിവിടെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. കൂടാതെ ഇപ്രകാരം ഒരവസരം നൽകിയ ഇടവക അധ്യക്ഷനായിട്ടുള്ള ബെർണറ്റ് അച്ഛനോടും കമ്മിറ്റിക്കാരോടുമുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹത്തെയും ഓർക്കുന്നു. വാക്കുകൾ ചിലപ്പോൾ കിട്ടാറില്ല. അത് ചിലപ്പോൾ അതിയായ സന്തോഷം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഉള്ളം നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ആനന്ദ കണ്ണുനീര് വിങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. ഇവിടെ പുൽപ്പിറ്റിൽ വന്ന് നിൽക്കുമ്പോൾ തിരുവചനം സംസാരിക്കാനാണ് എന്ന ബോധ്യമുണ്ട് എങ്കിലും നിൽക്കുമ്പോൾ അതിയായ സന്തോഷം തോന്നുന്നു. എനിക്ക് മുമ്പ് നിന്ന റിബിനച്ചനും ജിജോച്ചനും ഒക്കെ ആദ്യമായിട്ട് പുൽപ്പിറ്റിൽ കയറുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അൾത്താരയിൽ കയറിക്കഴിഞ്ഞാൽ, പുൽപ്പിറ്റിൽ കയറിക്കഴിഞ്ഞാൽ എന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു അനുഭവം, അതും സ്വന്തം ഇടവകയിൽ. ഞാൻ എൻ്റെ കൂടെ പട്ടമേറ്റ ഒരു അച്ഛനുണ്ട്, നിമിഷി അച്ഛൻ. നിങ്ങൾ അറിയാമായിരിക്കും നിങ്ങൾക്ക്. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, വിത്ത് പ്രൈഡ് ഞാൻ നാളെ എൻ്റെ സഭയിലെ അൾത്താരയിൽ കയറുമെന്ന് പറഞ്ഞു. കാരണം ഒരുപാട് നാളായിട്ട് വാഞ്ചിക്കുന്ന, ആഗ്രഹിക്കുന്ന, ദൈവം ഇഷ്ടമെങ്കിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഈ സഭയിൽ വന്നു നിന്നുകൊണ്ട് തിരുവത്താഴ ശുശ്രൂഷയിൽ അച്ഛനോടൊപ്പം പങ്കുകൊള്ളണമെന്നും വചനം പുൽപ്പിറ്റിൽ നിന്ന് സംസാരിക്കണമെന്നും. അതുകൊണ്ട് ഉള്ളം നിറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. സഭ നൽകിയ കരുതൽ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദിയോടുകൂടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെയും അറിയിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ആധാരവേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അച്ഛൻ സുവിശേഷമായിട്ട് വായിച്ചതാണ് എങ്കിലും ഞാനൊന്നുകൂടി അത് ആവർത്തിക്കുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം
നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കു കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഒരിക്കൽ ഒരു സാധാരണ വീട്ടമ്മ സാധാരണക്കാരിൽ നിന്ന് അസാധാരണമായ ജീവിതാനുഭവങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില മനുഷ്യർക്കൊക്കെ ചില അന്ധതയൊക്കെ വരും. ചില ചിന്തകളൊക്കെ മാറിത്തുടങ്ങും. ചില വിചാരങ്ങളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരെ അവഗണിക്കുന്ന തരത്തിലാകും. അങ്ങനെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ, ഇവിടെയുള്ള ആരുമല്ല, പേടിക്കണ്ട, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ, ആ വീട്ടമ്മ ചെറിയൊരു സംരംഭം ആരംഭിച്ചു. ഒരു കച്ചവടം തുടങ്ങാനായിട്ട് നിശ്ചയിച്ചു. അങ്ങനെ ഈ വീട്ടമ്മ കുറച്ച് കച്ചവട സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം പൊട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. നിലത്ത് വീണാൽ ഇതെല്ലാം ചിന്നിച്ചിതറും. അങ്ങനെ ഇതെല്ലാം ചുമന്നുകൊണ്ട് പോവുകയാണ്. ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഈ വീട്ടമ്മ വിചാരിക്കുകയാണ്, ഇത് വിറ്റിട്ട് വേണം ഇതിൻ്റെ ലാഭം കിട്ടാൻ. ഈ ലാഭം കിട്ടിയിട്ട് വേണം കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങാൻ. എന്നിട്ട് വേണം ഒരു സമ്പാദ്യമുണ്ടാക്കാൻ. സമ്പാദിക്കുന്നത് നല്ലത് തന്നെ, സമ്പാദ്യമുണ്ടാക്കാൻ. സമ്പാദ്യമുണ്ടാക്കിയിട്ട് വേണം എൻ്റെ ജീവിതം ഒന്ന് സുരക്ഷിതമാക്കാൻ. സുരക്ഷിതമാക്കിയിട്ട് വേണം എനിക്ക് ഒരു നല്ല വീടുണ്ടാക്കാൻ. എനിക്ക് നല്ലൊരു വീടുണ്ടാക്കിയിട്ട് വേണം എനിക്കതിന് മുമ്പിൽ കുറേ വണ്ടികൾ വാങ്ങിക്കാൻ. കുറേ വണ്ടികൾ വാങ്ങിച്ചിട്ട് വേണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് എടുത്തു കാണിക്കാൻ. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് എടുത്തു കാണിച്ചിട്ട് വേണം മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ. ഇവിടെ കോമൺ ആയിട്ടുള്ളത് എനിക്ക് 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 എന്നുള്ളൊരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ ചില സാധാരണ അവസ്ഥയിൽ നിന്ന് അസാധാരണമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ ചിലപ്പോഴൊക്കെ എന്നിലേക്ക് മാത്രം ചുരുങ്ങുന്ന, എന്നിലേക്ക് മാത്രം നോക്കിക്കാണുന്ന, എന്നെ മാത്രം കേൾക്കുന്ന ഒരു ഞാനായിട്ട്, ഒരു നിങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും തീരുന്നുണ്ട് എന്നുള്ളത് ഇന്നിൻ്റെ ലോകത്തെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു വേദഭാഗത്തെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം കൃഷിഭൂവുമായിട്ടുണ്ടായിരുന്ന ഒരു മുന്തിരിച്ചെടിയുടെ അനുഭവത്തെ പറ്റിയാണ് ക്രിസ്തു പറയുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ചെടിയുടെ ധർമ്മം, ആ ചെടി എങ്ങനെ ആയിരിക്കണം, ആ ചെടി എങ്ങനെയൊക്കെ ആകാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ചെടി, മുന്തിരിയാകട്ടെ, മുല്ലവള്ളിയാകട്ടെ, എന്തുമാകട്ടെ, ഒരു ചെടി ഏറ്റവും അധികം തഴച്ചു വളരണമെങ്കിൽ എന്താണ് വേണ്ടത്? അതിന് നല്ല പരിപാലനം കിട്ടണം, അല്ലേ? അപ്പോൾ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് ആരാ? പരിപാലകനാണ്. പരിപാലകനായ, നടത്തുന്നവനായ, സംരക്ഷിക്കുന്നവനായ ദൈവമാണ്. അപ്പോൾ നടത്തുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവം നമ്മളെ ദിനംതോറും പരിപാലിക്കുമ്പോൾ, നന്മകൾ നമുക്ക് ഏകുമ്പോൾ നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. മുന്തിരിവള്ളിയുടെ അനുഭവത്തെ പറ്റി പറയുന്നു. എന്താ ഈ കൊമ്പുകളൊക്കെ ചെത്തി വെടിപ്പാക്കണമെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ചെത്തി വെടിപ്പാക്കുന്നത്? ചിലത് തീയിലിട്ട് കളയാനും പറയുന്നുണ്ട്. തീയിലിടണോ ചെത്തി വെടിപ്പാക്കണമോ എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എവിടെ ചിന്തിച്ച് തുടങ്ങുന്നുവോ അവിടെയാണ് എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നത്. കൊമ്പുകൾ ചെത്തി വെടിപ്പാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ? ചില നല്ല ഫലം കായ്ക്കാനല്ലേ? ചില മാവുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില മാവിൻ്റെ മുകളിലൊക്കെ ചില ഇത്തിക്കണ്ണികളൊക്കെ വന്ന് പെട്ടുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ മാവിന് ഫലം കായ്ക്കാനായിട്ട് പറ്റില്ല. ഇതെല്ലാം പടർന്നങ്ങ് അള്ളിപ്പിടിക്കും, മുറുകെ പറ്റുന്ന ചില പാപത്തിൻ്റെ അനുഭവങ്ങൾ പോലെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ചില ഇത്തിക്കണ്ണികളുടേതായിട്ടുള്ള ചിന്തകൾ, വിചാരങ്ങൾ, ഭാവങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ നമ്മിലെ കൊമ്പുകൾ അപ്രകാരം തന്നെ നിർത്തി അതിനെ തീയിലിട്ട് ചുട്ടുകളയണോ അതോ അതൊക്കെ ചെത്തിവെടുപ്പാക്കി നല്ല ഫലം കായ്ക്കാനായിട്ട് തുറന്ന മനസ്സുള്ളവരായിട്ട്, തുറന്ന കേൾവിയുള്ളവരായിട്ട്, തുറന്ന കാഴ്ചപ്പാടുള്ളവരായിട്ട് തീരണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്രകാരം
ചിന്തിക്കാത്ത, അപ്രകാരം ആലോചിക്കാത്ത ഒരു തലമുറയുള്ള, ഒരു വിശ്വാസ സമൂഹമുള്ള ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനൊരിക്കലും എന്നിൽ മാത്രം ഒതുങ്ങരുത് എന്നുള്ളതാണ്. അങ്ങനെ പലരിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ പലരും ഇവിടെ കാണില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, എന്താ? ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയബോധമാണ് ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഈ ഒരു ചെടിയുടെ അനുഭവത്തിൽ ആ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്നത് എന്ന്. ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയബോധം. അപ്രകാരം ഒരു ആശ്രയബോധമുണ്ടോ? അപ്രകാരം ഒരു അവസ്ഥ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു പനിയൊക്കെ വന്നാൽ മതിയല്ലേ, തീർന്നു. ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ മതിയല്ലേ, തീർന്നു. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പിറുപിറുപ്പിൻ്റെ അനുഭവം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ദൈവം കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച്, ദൈവം മറുപടി നൽകുന്നില്ല എന്ന് വിചാരിച്ച്, ദൈവം എന്നെ അവഗണിക്കുന്നു എന്ന് വിചാരിച്ച് ചിന്തിച്ചു കൂട്ടുന്നത് എന്താണ്? അടിയുറച്ച ആശ്രയബോധം ഇല്ലാത്ത അനുഭവമാണ്. ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുവാനാണ് പറയുന്നത്, ദൈവത്തോടൊപ്പം നടക്കുവാനാണ് പറയുന്നത്, ദൈവത്തോടൊപ്പം ചിന്തിക്കുവാനാണ് പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഒരു കൊട്ടേഷൻ പ്രകാരം വായിച്ചത് ഓർക്കുന്നു, സ്റ്റാർട്ട് വിത്ത് ഗോഡ്, വാക്ക് വിത്ത് ഗോഡ്, എൻഡ് വിത്ത് ഗോഡ്. ദൈവത്തിൽ നിന്ന് തുടങ്ങുക, ദൈവത്തോടൊപ്പം തുടങ്ങുക, ദൈവത്തോടൊപ്പം നടക്കുക, ദൈവത്തിൽ തന്നെ അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തുക, ദൈവത്തിൽ തന്നെ അതിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യായുസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആപ്റ്റാണ്, വളരെയധികം സത്യസന്ധമായ ഒരു കൊട്ടേഷനാണ്, അർത്ഥവത്തായ ഒരു കൊട്ടേഷനാണ്. ദൈവത്തോടൊപ്പമാണ് ഒരു ശിശു ജനിക്കുന്നതും, ദൈവത്തിൽ നിന്നാണ് ഒരു ശിശു ജന്മം കൊള്ളുന്നതും വളരുന്നതുമൊക്കെ. ആ ശിശുവിനെ പിന്നെ പരിപാലിക്കേണ്ടത് അപ്പനും അമ്മയും സമൂഹവും സഭയും ഒക്കെ ആണെങ്കിലും അവനെ നടത്താൻ പഠിപ്പിക്കേണ്ടത് എപ്രകാരമാണ്? ദൈവത്തോടൊപ്പമാണ്. ദൈവത്തിൽ അടിയുറച്ച ആശ്രയബോധത്തോടു കൂടെയാണ് അവനെ നടത്താൻ പഠിപ്പിക്കേണ്ടത്. അവൻ്റെ ജീവിതം പിന്നെ എപ്രകാരമായിരിക്കണമെന്ന് അവൻ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് അവന് തോന്നുന്നത് എപ്രകാരമാണ്? ആ ജീവിതം ലക്ഷ്യം കാണേണ്ടത്, അത് അവസാനിപ്പിക്കേണ്ടത് ക്രിസ്തുവിലാണ് എന്ന ഒരു ബോധവും അവനിലുണ്ടാകണം. വെറുതെ ഒന്നും നമ്മുടെ സെമിട്രിയുടെ ആ ഭാഗത്ത് എഴുതി വെച്ചിട്ടില്ല, കർത്താവിൽ മരിക്കുന്നവർ മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ തുടങ്ങുകയും ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യണം. അപ്രകാരമുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു നല്ല ലക്ഷ്യം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. ഇയാൾ ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ കയറി വന്ന് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് വളരെയധികം ആകുലപ്പെട്ടിരിക്കുന്ന ഒരു അമ്മച്ചിമാരെയും സഹോദരന്മാരെയൊക്കെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളങ്ങനെ ആകുലപ്പെടുകയൊന്നും വേണ്ട. പറഞ്ഞത് ഇപ്രകാരമാണ്, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞു പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താ ആദ്യം ചെയ്യാറ്? വീട്ടിലെ പഴയ 500-ൻ്റെ ഡോളം ഉണ്ടോ നോക്കൂ. ചെറിയ പാരസെറ്റാമോൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കഴിക്കും. വീട്ടിന് ഉമ്മറത്ത് വല്ല പനിക്കൂർക്കയോ തുളസിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഇട്ട് തിളപ്പിച്ച് വെള്ളം പിടിച്ച് ആവി പിടിപ്പിച്ച് നോക്കും. എന്നിട്ട് പനി കുറയോ നോക്കും. കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ഡോക്ടറെ അടുത്ത് പോകുമല്ലേ. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ എഴുതും ഡോക്ടർ. എഴുതി കഴിഞ്ഞിട്ട് അതൊക്കെ കഴിച്ചു നോക്കും. കഴിച്ചു നോക്കിയിട്ട് കുറവില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വിവരം പറയാൻ പോകും. അങ്ങനെ ഒരു പരിപാടിയില്ലേ, വിവരം പറയാൻ പോകുന്നൊരു പരിപാടി. വിവരം പറയാൻ പോകും. വിവരം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? എന്നിട്ടും കുറയില്ല. എന്നിട്ട് വീണ്ടും ഒന്ന് ഡോക്ടറെ മാറ്റി കാണിക്കും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഒരു ഇടത്തിൻ്റെ പേരാണ് ദൈവസന്നിധി. ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അപ്രകാരമാണ്. ഒരു അസുഖത്തിൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ അപ്രകാരമാണ്. ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അപ്രകാരമാണ്. ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന ഒരു സംശയം എന്നിൽ ഉളവാകുമ്പോൾ അപ്രകാരമാണ്. അടിയുറച്ച ആശ്രയബോധം നമ്മിൽ ഇല്ലാതാകുന്നു. നിന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതത്തിനായിട്ട്, ദൈവിക ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായിട്ട് നീ ഒരുക്കപ്പെടണമെങ്കിൽ ദൈവത്തിൽ നിനക്ക് അടിയുറച്ച ആശ്രയബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ആയിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അലട്ടുന്നുണ്ട് എങ്കിലും അതൊക്കെ എന്താ? ദൈവഹിതം വെളിപ്പെടാനുള്ള, അല്ലെങ്കിൽ ദൈവേഷ്ടം നിവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യത, ഒരു മുഖാന്തരം മാത്രമാണ് എന്നുള്ളതാണ്. താങ്ങാനാകുന്നതേ കർത്താവ് നൽകാറുള്ളൂ.
അതിനപ്പുറമായിട്ടുള്ളത് ഒന്നും നൽകാറാവില്ല. ഇനി നിങ്ങൾക്കത് വലിയ ബേർഡനായിട്ട് തോന്നുകയാണെങ്കിൽ, അധികമായി തോന്നുകയാണെങ്കിൽ, ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഒന്ന് വിളിച്ച് ദൈവത്തോട് ആദ്യം പറഞ്ഞാൽ മതി, ദൈവമേ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ, ദൈവമേ എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് കേട്ടോ, ദൈവമേ എനിക്ക് ആരുമില്ല കേട്ടോ, ഞാൻ ഈ ഒരു കാണാക്കയത്തിൻ്റെ ദുഃഖത്തിൻ്റെയൊക്കെ പടുകുഴിയിൽ ഞാൻ ആന്നു പോകുന്ന അനുഭവത്തിലാണ് കേട്ടോ. ഒന്ന് ദൈവത്തോട് പറഞ്ഞാൽ മതി. പക്ഷെ പറയില്ല എന്നുള്ളതാണ് ഒരു ചിന്ത. ഏറ്റവും അവസാനമാണ് പോകുന്നത്. ആദ്യം പറയേണ്ടടുത്ത് അവസാനം. നമ്മളൊക്കെ അങ്ങനെയാണ്. ആദ്യം പോകേണ്ടടുത്ത് അവസാനം പോകും, അവസാനം പോകേണ്ടടുത്ത് ആദ്യവും പോകും. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ എന്നിലേക്ക് മാത്രം ചുരുങ്ങാതെ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുവാനുള്ള മനോഭാവമുള്ളവരായിട്ട് തീരുക. അപ്പോൾ മാത്രമാണ് നമ്മിലുള്ള മോശമായ കൊമ്പുകളെയൊക്കെ ചെത്തി തീയിലിട്ട് കളയുവാനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് അതിനെ ചെത്തി വെടിപ്പാക്കാനും ഇത്തിക്കണ്ണിയുടെ അനുഭവത്തൊക്കെ വെടിപ്പാക്കി നല്ല ഫലം കായ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ പിന്നീട് സംഭവിക്കുന്നത് എന്താ? ദൈവത്തിലേക്കുള്ള അടിയുറച്ച ആശ്രയബോധത്തിലേക്കാണ് ഇത് പോകുന്നത്. ആശ്രയബോധമുള്ള മക്കൾ എപ്രകാരമായിരിക്കും? ജീവിതത്തെ ദൈവം മുമ്പാകെ നന്മയുള്ളതായിട്ട് കാണുവാൻ നോക്കിപ്പാർക്കുന്ന ഒരു സമൂഹമായിരിക്കും. അപ്രകാരമുള്ളൊരു സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താ? അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താ? അവരൊരിക്കലും എന്താ, ഇന്നിപ്പോൾ അച്ഛൻ തിരുവത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ ആ ലിറ്റർജി തുടങ്ങിയപ്പോൾ പറഞ്ഞു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. എന്നെയല്ല, നിന്നെപ്പോലെ തന്നെ. നിന്നിലേക്ക് കൂടി, നിന്നെ കൂടി കാണാൻ, നിന്നെ കൂടി കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്കൊക്കെ പറ്റുന്ന ഒരു അപജയം കാണാതെ പോകുന്ന ഒരു കാര്യമാണ്, കേൾക്കാതെ പോകുന്ന അനുഭവമാണ്. കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലായിക്കോട്ടെ, സാമൂഹിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലായിക്കോട്ടെ, സഭാ രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിക്കോട്ടെ, ഇത് സഭാ പൊളിറ്റിക്സ് അല്ല, സഭയും രാഷ്ട്രീയവുമായിട്ടുള്ള പശ്ചാത്തലത്തിലായിക്കോട്ടെ, രാജ്യത്തിൻ്റെതായിട്ടുള്ള പശ്ചാത്തലത്തിലായിക്കോട്ടെ, നിരാരംഭരായിട്ടുള്ള ആളുകളെ കേൾക്കുവാനുള്ള മനസ്ഥിതി ഇല്ലാതെ പോകുന്ന ഒരു സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ കേൾക്കുവാനായിട്ട് ഉള്ള ഒരു മനോഭാവമുള്ളവരായിട്ട് തീരുക. അതിനെന്താ വേണം? എന്നിൽ നിന്ന് നിന്നിലേക്ക് ഒരു യാത്ര അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലർ ആരാണെന്നാണ് പറയുന്നത്? ഒരു നല്ല ലിസണറാണെന്നാണ് പറയുന്നത്. ഒരു നല്ല ശ്രോതാവാണ്, കേൾവിക്കാരനാണെന്നാണ് പറയുന്നത്. കേൾക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇന്നലെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഇന്ന് ഒരുപാട് പറ്റിക്കലുകൾ നടക്കുന്നത് കാരണം ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് യാഥാർത്ഥ്യമല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ അച്ഛനാണെന്നൊന്നും അയാൾക്കറിയില്ല. അയാൾ വന്നിട്ട് ചോദിച്ചു എൻ്റെ അടുത്ത്, എൻ്റെ ഫോണ് നഷ്ടപ്പെട്ടു പോയി, ഒരു 50 രൂപ തരുമെന്ന്. എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി, ഒരു 50 രൂപ തരുമോ? ഞാനെങ്ങനെ വിശ്വസിക്കും? അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആകെ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ 50 കാണില്ല ചേട്ടാ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 20 രൂപ തരാം. കാരണം ബാക്കി 20 രൂപ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വണ്ടിക്കാശ് വേണമല്ലോ. ബാക്കി 20 രൂപ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അല്ലേ ചേട്ടാ, എനിക്ക് 50 തന്നെ കിട്ടണം, അത്യാവശ്യമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇയാൾ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നറിയില്ല. കാരണം ഇയാൾ ഒരുപാട് പേരോട് യാചിക്കുന്നത് കണ്ടു, ആരും കൊടുത്തില്ല. അന്നേരം എനിക്കും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ തിരൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ പോലീസ് സ്റ്റേഷനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പയ്യൻ ഓടിപ്പോകുന്നത്. കാരണം എല്ലാവരും അവനെ കൈയൊഴിഞ്ഞപ്പോൾ പിന്നെ അവൻ കണ്ടത് അവരോടെങ്കിലും പോയി ചോദിക്കാം എന്നുള്ളതായിരുന്നു. അവൻ തിരിച്ചിറങ്ങി വന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ആ വഴിക്ക് വന്നു. കൊടുക്കാനുള്ള കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഒരു 50 രൂപയെ ചോദിച്ചുള്ളൂ ആ സഹോദരൻ. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞില്ല. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി, വണ്ടിക്കാശില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും നമ്മളാൽ കഴിയുന്ന ചില സഹായങ്ങൾ, നമ്മളാൽ കഴിയുന്ന ചില കരുതലുകൾ, നമ്മളാൽ കഴിയുന്ന വിധം മറ്റുള്ളവരെ കേൾക്കുവാൻ, അവരെ ശ്രദ്ധിക്കുവാൻ, അവരെ കൂടി പരിഗണിക്കുവാൻ നമ്മൾ എന്ത് വേണം? എന്നിൽ നിന്ന് നിന്നിലേക്ക് ഒരു യാത്ര പോകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്രകാരം ഒരു യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അവസാനത്തേക്ക് വരുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നു,
നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും എന്നുള്ളത്. ക്രിസ്ത്യാനി എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ. ക്രിസ്ത്യാനി എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാം. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് എത്ര വേണമെന്നുണ്ടെങ്കിലും ഘോരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാം. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ലൈക്കിൻ്റെ ബട്ടണൊക്കെ തേഞ്ഞു പോയി. ലൈക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം. എന്താ ലൈക്കിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം? ലവ്, ലൈക്ക് എന്താ വ്യത്യാസം? ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരല്ലേ, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരല്ലേ, ട്വിറ്റർ യൂസ് ചെയ്യുന്നവരല്ലേ, മെസ്സഞ്ചർ യൂസ് ചെയ്യുന്നവരല്ലേ, വാട്സപ്പ് യൂസ് ചെയ്യുന്നവരല്ലേ. ലൈക്കിൻ്റെ പ്രത്യേകത എന്താ? കൃത്യമായ മലയാളം എന്താ? ഇഷ്ടമാണ്. ഇഷ്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? എപ്പോൾ വേണമെങ്കിലും മാറ്റം സംഭവിക്കുക എന്നുള്ളതാണല്ലേ. ഇഷ്ടങ്ങൾക്ക് മാറ്റം സംഭവിക്കാം. ഒരു ഉദാഹരണം പറയാം എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇനി കാണുമ്പോൾ എന്നോട് ചോദിക്കരുത്. ബിരിയാണി വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. കോഴിക്കോട് പള്ളിയിലാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. ആഴ്ചയിൽ 4 ദിവസം ബിരിയാണിയാണ്. കല്യാണം, പ്രാർത്ഥന, മെമ്മോറിയൽ പ്രയർ. അതിൻ്റെ കാണാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം, ദേഹത്ത് കാണാനുണ്ട് എന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ ബിരിയാണി ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് ആഴ്ചയിൽ 4 ദിവസം ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇഷ്ടം ചിലപ്പോൾ മാറ്റപ്പെടും അല്ലേ, ഇഷ്ടം ചിലപ്പോൾ കുറയും. നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ്, മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ചില ലൈക്കുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ഇഷ്ടത്തിന് പകരം അതെന്താവണം? സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടുന്നു എന്ന് പറയുന്നു. പിതാവ് മഹത്വപ്പെടണമെങ്കിൽ നമ്മളെന്താ? ഈ ലൈക്കിൻ്റെ ബട്ടണൊക്കെ അങ്ങ് മാറ്റി നിർത്തണം. ഒറ്റ ക്ലിക്കിൽ അത് ലൈക്കും ആകാം, ഡിസ്ലൈക്കും ആകാം. ഒറ്റ ക്ലിക്കിൽ അതിന് ചിലപ്പോൾ മാറ്റമുണ്ടാകാം. സ്ഥിരതയില്ലാത്ത ചില ഇഷ്ടത്തിൻ്റെ അനുഭവത്തിൻ്റെ പിന്നാലെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെന്താ? സ്നേഹിക്കുന്നവരായിട്ട് തീരണം എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ അനുഭവം ജ്വലിപ്പിക്കുന്നവരായിട്ട് തീരണം എന്നുള്ളതാണ്. അപ്രകാരമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തു ശിഷ്യരായിട്ട് നിലകൊള്ളുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ വെറും ആക്ഷരികമായിട്ട് മാത്രം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതിനെന്ത് വേണം? എന്നിൽ നിന്ന് നിന്നിലേക്കൊരു യാത്ര വേണം. ദൈവത്തിൽ അടിയുറച്ച ആശ്രയബോധം വേണം. പിന്നീട് എന്താണ് വേണ്ടത്? അവസാനം പറഞ്ഞത് മാഞ്ഞു പോകുന്ന ചില ലൈക്ക് ബട്ടണുകളല്ല, നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവം വേണം. അപ്രകാരമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിൻ്റെ ജാലകങ്ങളായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിപ്പെടുകയുള്ളൂ. അപ്രകാരം ഒരു അനുഭവത്തിൽ നമ്മിലെ ചില കൊമ്പുകളെയൊക്കെ തീയിലിട്ട് ചുട്ടുകളയാനായിട്ട്, ഉപേക്ഷിക്കുവാനായിട്ട്, മാറ്റി നിർത്തുവാനായിട്ട് തയ്യാറാവുക. നല്ല ഫലം കായ്ക്കുവാനായിട്ട് സ്വയം ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുക. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധനായ ദൈവം എവരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാനും അവിടുത്തെ സന്നിധിയിൽ വചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും അവിടുന്ന് നൽകിയ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കേട്ട വചനങ്ങൾ ജീവിതത്തിൽ വ്യർത്ഥമായി പോകാതെ അന്ത്യത്തോളം അതിനെ പാലിക്കുവാൻ, സൂക്ഷിക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ ചൊരിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല പ്രാർത്ഥനകളും യാചനകളും അവിടുത്തെ പാദത്തിൽ ഞങ്ങൾ താഴ്ത്തിയും പരമേൽപ്പിക്കുന്നു. പുത്രൻ്റെ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇടവക അധ്യക്ഷനായിട്ടുള്ള ബണ്ടച്ചനോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ്, എങ്കിലും ഞാനത് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജുഗുവേട്ടൻ ഇവിടെയുണ്ട്. പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പാട്ടാണ് 240 പാട്ട്. വിരോധമില്ലെങ്കിൽ ജുഗേട്ട ഒന്ന് വായിക്കുമോ എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്. നീ യേശുവിന് ചേകവൻ ആയിത്തീരാൻ ഇച്ഛിക്കില്ല എന്ന് പറയുന്ന പാട്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചരണം ഒന്ന് പാടിക്കേട്ടാൽ വളരെ സന്തോഷമായിരിക്കും എന്ന് പറയുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
എല്ലാവർക്കും ഇരിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ സ്വീകരിച്ചുവെല്ലാം. നിക്കിയ വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സ്ഥലത്തെയും സൃഷ്ടിച്ചനായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാത പുത്രനായ ഏകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകതത്വമുള്ളവൻ, അതിനാൽ സർവ്വമുണ്ടായി അവൻ മനുഷ്യനായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാനാൽ കന്യാമറിയിൽ നിന്ന് അവതരിച്ചു മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്ത് പ്രകാരം മൂന്നാം സുഹൃത്തുനിന്നിട്ടു സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്ത് മാത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായത്തിന് മഹത്വത്തോടെ വേണ്ടിവരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാക്കിയല്ല. കർത്താവും ജീവിക്കുന്നതിനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതിനും പിതാവിനോട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നതിനും പ്രവാചകരെ കൊണ്ട് പ്രവേശനമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പസ്തോലികമായ ഏകവിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള പത്നീസയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭയ്ക്കെല്ലാവർക്കും ഇരിക്കും. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. തൻ്റെ ഡീക്കൻ ഓർഡിനേഷൻ കഴിഞ്ഞ് ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ ഓർഡിനേഷൻ കഴിഞ്ഞ് ആദ്യത്തെ ആരാധനയ്ക്ക് പങ്കുചേരുവാനായിട്ട് വന്നിരിക്കുന്ന വിപിൻ ജോസഫ് ആന്തൂരുവളവിൽ അച്ഛനെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കൊടക്കൽ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് സഭകളുടെ മാതാവ്, ശുശ്രൂഷകളുടെ ജനനി എന്നാണ് വിജയനയ്യൻ സഭയെക്കുറിച്ച് പണ്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഒരു ശുശ്രൂഷൻ കൂടി നമ്മുടെ സഭയിൽ നിന്നും ഉണ്ടായതിലുള്ള വളരെ ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള കരുതലും കൂട്ടായ്മയും പ്രിയമകനോട് കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ളതും ആണ് എന്ന ഒരു വലിയ ചിന്ത നമ്മൾ സെമിനാരിൽ നിന്നൊക്കെയും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു സീരിയസ്നെസ് എപ്പോഴും നമ്മൾ ഈ ഒരു ശുശ്രൂഷയിലിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. ഞാൻ ഈ ഓർഡിനേഷൻ ആദ്യത്തെ ഡീക്കൻ ഓർഡിനേഷൻ എനിക്ക് ലഭിച്ച് വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് മോനെ ഇതൊരു കിരീടമാണ്,
എന്നാൽ ഈ കിരീടം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മുൾക്കിരീടമാണ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ് നമ്മുടെ ജീവിതത്തിൽ. ഇത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അവിടെ ക്രിസ്തുവിനെ ലഭിച്ച എന്താണ് ക്രിസ്തുവിനെ ഈ സമൂഹം കൊടുത്തത്, അതുതന്നെയാണ് നമുക്കും ഈ സമൂഹത്തിന് ലഭിക്കാനുള്ളത് എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു ശുശ്രൂഷയിൽ വളരെ ഗൗരവമായിട്ട് മുന്നോട്ട് പോകണമേ എന്ന് ഞാൻ സമയത്ത് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, നിങ്ങളുടെ ഒരു മുൻഗാമി എന്ന നിലയിൽ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. സഭയുടെ എല്ലാ ആദരവും ഈ സമയത്ത് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഷോൾ അണിയിച്ചിട്ട് സഭയുടെ ആദരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി വിപിനച്ചൻ മുന്നോട്ട് കടന്നു വരിക. ഷോൾ അണിയിച്ചുകൊണ്ട് സഭയുടെ ആദരം ഇപ്പോൾ നമ്മൾ നൽകുകയാണ്. സഭയോട് അറിയിക്കാനുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവഴിപാടായിട്ട് ലഭിച്ചത് 9465 രൂപ. ജന്മദിന സ്വതദാനമായിട്ട് ലഭിച്ചത് 1770 രൂപ. പൂർ ഫണ്ടിലേക്ക് ലഭിച്ചത് 1200 രൂപ. സൺഡേ സ്കൂൾ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 656 രൂപ. സ്വോത്രയാഴ്ചയായിട്ട് ഓപ്ഷനായിട്ട് ലഭിച്ചത് 540 രൂപ. അങ്ങനെ ആകെ ലഭിച്ചത് 13,631 രൂപ. 3/10/2025 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്വോത്രയാഴ്ചയായിട്ട് ലഭിച്ചത് 465 രൂപ. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഒരു കുടുംബം അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചായയുടെ കൂടെയുള്ള സ്നാക്സ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ കുടുംബത്തോടുള്ള സഭയുടെ നന്ദി സ്നേഹവും ഞാൻ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ കൊയ്ത്തുത്സവം വാർഷിക സ്തോത്രാരാധനയും വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണിയോടുകൂടി നമ്മുടെ ആരാധനയോടുകൂടി നടത്തപ്പെടുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. സഭാജനങ്ങൾ എല്ലാവരും ഈ ഒരു കൊയ്ത്തുത്സവ വാർഷിക സ്തോത്രാരാധനയെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ ആരാധനയിൽ വരുവാനായിട്ട് കഴിയാത്ത ആളുകൾക്കുള്ള ഭക്ഷണം, ഉച്ചത്തെ ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ വന്നിട്ട് ആ ഭക്ഷണം കളക്ട് ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കണമെന്നുള്ള കാര്യം ഈ സമയത്ത് അറിയിക്കുന്നു. ആരെങ്കിലും ഇനിയും പേരുകൾ കമ്മിറ്റിക്ക് നൽകാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ പേരുകൾ നൽകി ഭക്ഷണ സാധനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അനൗൺസ് ചെയ്തതുപോലെ ലേല സാധനങ്ങൾ ഓരോ കുടുംബത്തിൽ നിന്നും ചുരുങ്ങിയത് ഒന്നെങ്കിലും നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന കാര്യം അറിയിക്കുന്നു. അതുപോലെ അതുമാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ലേലം ചെയ്ത് ഓരോ കുടുംബവും ചുരുങ്ങിയത് ഒരു സാധനമെങ്കിലും ലേലം വിളിച്ച് പോകണമേ എന്ന കാര്യവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. കൊയ്ത്തുത്സവ ആരാധനയിൽ പാട്ടുകൾക്ക് പേരുകൾ നൽകിയിട്ടുള്ളവർ ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിയോടുകൂടി ദേവാലയത്തിൽ കടന്നു വരികയും പ്രാക്ടീസിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. വീണ്ടും ആവർത്തിച്ച് പറയുകയാണെന്ന് തോന്നരുത്. 2 സ്റ്റാൻസ മാത്രമാണ് നമ്മൾ പാടേണ്ടത്. കൂടുതൽ സമയം ദീർഘിച്ച് പോകുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് പാലിക്കണം. 2 സ്റ്റാൻസ മാത്രം പാടി നമ്മുടെ പാട്ടുകൾ മനോഹരമായിട്ട് പാടുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. CSI ക്രൈസ്റ്റ് ചർച്ച് പരപ്പേരി അതിൻ്റെ കൊയ്ത്തുത്സവവും വാർഷിക സ്തോത്ര ആരാധനയും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആചരിക്കുകയാണ്. നമ്മെ സഭയായിട്ട് അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കഴിയുന്ന എല്ലാവരും ഈ ആരാധനയിൽ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ
അറിയിക്കുന്നു. കൊയ്ത്തുത്സവവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ഫലത്തിൻ്റെ ലേലം ഓൺലൈനായിട്ട്, ആ ലേലം ശനിയാഴ്ച 11/10/2025 ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ട് ആരംഭിക്കുന്നതാണ് ഓൺലൈൻ ലേലം എന്ന കാര്യം അറിയിക്കുന്നു. എല്ലാവരും ഈ ഒരു ഓൺലൈൻ ലേലത്തിലും പങ്കാളികളാകണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കൺഫർമേഷൻ ക്ലാസ് കൊയ്ത്തുത്സവം കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരിക്കുക എന്ന കാര്യം അറിയിക്കുന്നു. കൺഫർമേഷനിൽ ഇനി ആരെങ്കിലും ചേരുവാനായിട്ടുണ്ടെങ്കിൽ കൊയ്ത്തുത്സവം കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ആഴ്ചയിൽ അവരുടെ പേരുകൾ നൽകി രജിസ്റ്റർ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കൺഫർമേഷനിൽ വരുന്ന എല്ലാ കുട്ടികളും നോട്ട് പുസ്തകം, പെന്ന്, ബൈബിൾ എന്നിവയുമായിട്ട് വേണം കൺഫർമേഷൻ ക്ലാസ്സിൽ വരാൻ എന്ന കാര്യം ഈ സമയത്ത് അറിയിക്കുന്നു. കേരള റീജിയണൽ സൺഡേ സ്കൂൾ വിബ്ജിയോ ഒക്ടോബർ മാസം 18, 19, 20 ശനി, ഞായർ, തിങ്കൾ തീയതികളിൽ കൊച്ചിൻ മഹാടബയിലെ തൃശ്ശൂർ ഓൾ സെയിൻറ്റ്സ് CSI ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. ഓരോ ഏരിയയിൽ നിന്നുമാണ് ഇതിലേക്കുള്ള കുട്ടികളെയും അധ്യാപകരെയും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ ഭാരവാഹികൾ ഏരിയ നേതൃത്വത്തെ ബന്ധപ്പെടുകയും നിങ്ങളുടെ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുടെയും അധ്യാപകരുടെയും പേരുകൾ നൽകണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. സൺഡേ സ്കൂൾ വാർഷിക പരീക്ഷ നവംബർ മാസം 30 ഞായറാഴ്ച 11 മണിക്ക് നടത്തപ്പെടും എന്ന കാര്യം അറിയിക്കുന്നു. നവംബർ മാസം 30 വാർഷിക പരീക്ഷ നടത്തപ്പെടുക. എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. 11 മുതൽ 21 വരെയുള്ള പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക എന്ന കാര്യം അറിയിക്കുന്നു. അഖില ലോക സൺഡേ സ്കൂൾ ദിനം നവംബർ മാസം 2 ഞായറാഴ്ചയാണ് എന്ന കാര്യം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ ഭാരവാഹികളും കുട്ടികളും ശ്രദ്ധിക്കുക. നവംബർ മാസം 2 അഖില ലോക സൺഡേ സ്കൂൾ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അന്നത്തെ ആരാധനയ്ക്ക് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളാണ് നേതൃത്വം നൽകുക. അതുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ ഭാരവാഹികളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും നടത്തണേ എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഗേൾ ചൈൽഡ് സൺഡേ ആയിട്ട്, പെൺശിശു ഞായറായിട്ട് നവംബർ മാസം 16 ആചരിക്കുന്നത്. പ്രത്യേകമായിട്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. ഗേൾ ചൈൽഡ് സൺഡേക്ക് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് സഭയിലെ പെൺകുട്ടികളായിരിക്കും. അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ ഭാരവാഹികൾ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. തോബിയാസ് റോഡ്സൺ ഷൈനുമോൻ പറങ്ങത്ത്, ലിൻസൺ ജോൺ പഴങ്ങാംപറമ്പിൽ, സനൽ സജീവ് പുതിയടത്ത്, ബെൻസി ഷനീന വേരൂർ, ഗിറ്റി മറിയം വർഗീസ് മൂക്കിപ്പറമ്പിൽ, ആഷർ ഇസാഖ് നിഖിൽ, പ്രവീൺ പ്രഭാകരൻ, അജിത് കുമാർ റെജിനോഡ് തക്കഞ്ചേരി, സാമുവൽ ജെയിംസ് മുതിരവളപ്പിൽ, നിജിൽ ജെറാൾഡ് പണ്ടാറപ്പറമ്പിൽ, ടെസ മറിയ മാടായി, സുജാത സുശീല നമ്പ്യാൻതുടി, ബീന ഹെറോൾഡ് മനോഹർ കളരിക്കൽ, ബേബി ആന്തുരുവളപ്പിൽ, റോബിൻ വിമൽ റോയ് തയ്യിൽ, അലൻ ഷിയറർ ആരോൺ നമ്പ്രത്ത്, റോയ് ഹൻസ്രാജ് പണ്ടാറപ്പറമ്പിൽ, പ്രമോദ് കുമാർ ലാസർ ചിറ്റിയാകം, എബിൻ നെൽസൺ മൂളിയിൽ, ജിഷ ജൂലിയറ്റ് ചെമ്പോട്ടിൽ, നിവിൻ സക്രിയ പി ബെന്നി. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ സമയത്ത് 231 ഗീതത്തിൻ്റെ 1-ാമത്തെ ശരണം പാടാം. വിശ്വസ്തനാം, അതേ വിശ്വസ്തനാം എൻ ദൈവമായവൻ. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവൻ്റെ നാഥനും ജീവൻ്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കർത്താവേ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ സഭയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ദിവസത്തിൽ ഓർക്കുന്നു. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം പ്രിയപ്പെട്ട മക്കളോട് കൂടെ കഴിഞ്ഞ നാളുകളിലിരുന്നു. അതിശയമായിട്ട് അത്ഭുതമായിട്ട് ദൈവം അവരെ പരിപാലിച്ച് വഴി നടത്തി ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങ് അനുഗ്രഹിച്ചു കൊണ്ടുവന്നു. കർത്താവിൻ്റെ ദിവ്യമായ സ്നേഹം, കർത്താവിൻ്റെ പരിപാലനം അവരോട് കൂടെയുണ്ട്. കർത്താവെ, നന്ദി ചൊല്ലുവാനായിട്ട് ഞങ്ങൾക്ക് വാക്കുകളിൽ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതം പോരാ. അത്രയും വലിയ കൃപകളാണ് ദൈവം ജീവിതത്തിൽ നൽകിയത്. കർത്താവെ, ഈ പുതിയ വർഷത്തിലും പ്രിയപ്പെട്ട മക്കൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിലായിരിക്കാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, വിവാഹ ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബമായിട്ട് ഈ പുതിയ വർഷത്തിലും ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ദൈവം എടുത്ത് സഹായിക്കണം. കർത്താവെ, ഈ പുതിയ വർഷത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ദൈവം നൽകുന്ന എല്ലാ നന്മകളെ, കൃപകളെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, പരിപാലനത്തെ ഒക്കെ പരസ്പരം പങ്കിട്ടുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പലവിധമായിട്ടുള്ള ദൈവകൃപകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി നന്ദിയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഞാൻ സ്മൃത്തോളം കർത്താവിനെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് തുറന്ന് ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ദേവാലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലാം എപ്പോഴും ഇവിടെ ഇരിക്കും. ദൈവത്തിൻ്റെ വിശുദ്ധമായിരിക്കുന്ന ആലയത്തിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ, നിരൂപണങ്ങളെ എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയപ്പെടുത്താം, താഴ്ത്താം. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച ഒരു കൊയ്ത്തുത്സവത്തിലേക്ക് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷക്കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, തന്നിരിക്കുന്ന സൗഖ്യങ്ങളെ ഓർത്ത് നന്ദിയോടുകൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളോടുകൂടെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിനയപ്പെടുത്തി സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ആ ദിവസത്തിന് ദൈവദൂത് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, അന്നത്തെ പ്രാർത്ഥനകൾ അനുഗ്രഹമായിരിക്കാൻ, അന്നത്തെ എല്ലാ നേർച്ചകളും എല്ലാ കൈയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അനുഗ്രഹമായിരിക്കാൻ, കാലാവസ്ഥ അനുഗ്രഹമായിരിക്കാൻ,
ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം നമുക്ക് ഈ സമയം സമർപ്പിക്കാം. എല്ലാ ആവശ്യങ്ങളെയും ഒരു നിമിഷം നമുക്ക് മൗനമായി സമർപ്പിക്കാം. പ്രത്യേകിച്ച് വേദനകളിലും സങ്കടങ്ങളിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും കടഭാരത്തിലുമൊക്കെയും കടന്നു വന്നിരിക്കുന്നവരുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആ പ്രിയപ്പെട്ടവരെയെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ ദേവാലയത്തിൽ വെച്ച് അനേക ശുശ്രൂഷകരെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നിമിഷം മൗനമായി നമ്മെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം പറയാം. കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം പറയണം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാരക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ സിസ്റ്റർക്ക് വേണ്ടിയും വിശേഷ നമ്മുടെ മോഡറേറ്ററിന് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്ററിന് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാരായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരുടെ കൂടെ തൻ്റെ അതമില്ലാത്ത സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ പുറത്തേക്ക് പ്രവേശിക്കുന്നതിനും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും മരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്റെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് എൻ്റെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. അപ്പം നുറുക്ക ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിനെ പാടി കീർത്തനം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാട്ടെ. ആമേൻ. നമ്മുടെ ദാനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ 145 ഗീതം പാടാം. ഗീതം 145. മശിഹായിൽ വിളങ്ങും സ്നേഹം ഞാൻ വിസ്മയിച്ചാരാധിപ്പേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തര അയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീക്കം കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് മുട്ടുകളെ മടക്കാം. തുറന്നു വരുന്ന പ്രാർത്ഥനയിൽ പങ്കുചേരാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നുറുക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവുമാകുന്നു, ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി ക്രൂശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആമേൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ ഉയർപ്പിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവൻ്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗ്ഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവന് വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടത് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് നിന്റെ കർത്താവാകുന്ന മശിയ എന്ന തലയാകുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ,
നിനക്ക് സകല ബഹുമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനെ ഞങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി വിനയപ്പെടുത്താം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ കൊമ്പുകളായിട്ട് അനേകം ഫലം കായ്ക്കുവാനായിട്ട് കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ആ കൊമ്പുകളിൽ വസിക്കാതെ, നല്ല ഫലം കായ്ക്കാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ഇപ്പോഴും നമ്മെ മുറിച്ചു മാറ്റാതെ, ഇപ്പോഴും നമ്മെ തീയിലേക്ക് ഇട്ട് ചുട്ടുകളയാതെ നമ്മോട് കരുണ കാണിക്കുന്ന, നമ്മോട് ദയ കാണിക്കുന്ന, ഇനിയും ഫലം തരും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാ കുറവുകളെയും പോരായ്മകളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളെയും ഏറ്റുപറയാം. തുറന്നു വരുന്ന വിനയ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പ്രവിധമായുള്ള വല്ല കരുണകളെല്ലാം നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? ജീവനപ്പമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരം, സത്യമുന്തിരിവള്ളിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം, കർത്താവിന്റെ തിരുമേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി പങ്കുചേരാം.
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സക്രമന്ത വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒന്നാമത്തെ സ്തോത്ര പ്രാർത്ഥന പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രനും എൻ്റെ കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നല്ലോ. അവൻ്റെ ബലവിലെ ശരീരത്താൽ ആത്മാഹാരം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാവോചനം നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ വിലയിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവനും വിശുദ്ധിയുടെയും യാത്രമായി തന്നെ സമർപ്പിക്കുന്നു. അതാകുന്നുവല്ലോ ഞങ്ങൾ ഏറ്റവും ഉചിതമായ ആരാധന. വരാകാതെ നല്ലതും പൂർണ്ണമായ തിരിച്ചറിയരുത്. മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നതിനെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ തന്നെ അനുസരിച്ച് ഒടുവിൽ സ്വർഗീയ രാജ്യത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നു. അവനോട് പ്രസിദ്ധാരോടും കൂടെ എന്നേക്കും യോഗ്യമായി ജീവിച്ചു വാഴുന്നല്ലോ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ഒടുവിലായ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആരാധനയുടെ അവസാനമായി 126 ഗീതത്തിൻ്റെ മൂന്നാമത്തെ ചരണം പാടാം. 126 ഗീതത്തിൻ്റെ മൂന്നാമത്തെ ചരണം. ഇങ്ങൊന്നിച്ചു നിൽക്കുന്ന അടിയങ്ങൾ കൈയടിച്ചു നേർന്നല്ല. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം.